ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രത്തിൻ്റെ പുറത്തൊക്കെ വേദ മരുന്ന് പറ്റിക്കൊണ്ട് ഇരിക്കുകയാണ്. വേദ സോറിയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ചില്ല എന്ന് പറയുമ്പോൾ വിക്രം പറയുന്നത് സാരില്ല എന്ന് പറഞ്ഞിട്ട് വിക്രം അമ്പലത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ആലോചിക്കാനിട്ട് വേദ ഇങ്ങനെ പാപം ചെയ്യാൻ തോന്നരുതെന്നൊക്കെ വിളിച്ച് പറയുന്നതും മാലയിടുന്നൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ വിക്രം ഇങ്ങനെ അവിടെ ഇരുന്ന് ആലോചിക്കുകയാണ്. പിന്നെ മാഷും അതുപോലെ തന്നെ കമലാമ്മയൊക്കെ കൂടിയിട്ട് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ വിക്രം വർക്ക്ഷോപ്പിലേക്ക് വരികയാണ്. അപ്പോൾ എല്ലാവരും വിക്രത്തിനെ കണ്ടിട്ട് വിക്രത്തിൻ്റെ ഒരു പുതിയ വേഷവും രൂപമൊക്കെ കണ്ടിട്ട് ഞെട്ടുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ആഹാ കൊള്ളാലോ, ഇതാരാ വന്നിരിക്കുന്നത്, വിക്രം സ്വാമിയോ? അപ്പോൾ സ്വാമി ശരണം എന്ന് രാജേട്ടൻ പറയും കേട്ടോ. ഇത് ഞാൻ വിചാരിച്ചിട്ടൊന്നും ചെയ്തതല്ല രാജേട്ടാ, നീ എന്തായാലും സ്വാമി ശരണം തിരികെ താ. അപ്പോൾ വിക്രം പറയാം, സ്വാമി ശരണം തിരികെ വിക്രമും പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, എന്താ എന്താ സംഭവിച്ചത്? അതെ, വേദനെ കൊണ്ട് പെടുത്തിയതാ. അമ്പലത്തിൽ ചെന്നതിന് ശേഷമാണ് എന്നോട് ഈ കാര്യം പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വേദ പറഞ്ഞതൊക്കെ അനുസരിച്ച് തുടങ്ങിയല്ലേ, അമ്പലത്തിൽ ചെന്നിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാ എന്ന് പറയണ്ട. അപ്പോൾ രാജേട്ടൻ പറയാം, എന്നൊരു കാര്യം ചെയ്യാനും നമുക്കും കൂടെ വിക്രത്തിൻ്റെ കൂടെ മലയ്ക്ക് പോയാലോ? അത് നല്ല കാര്യമാണ്. ജോസഫെ നീയുണ്ടോ എന്ന് നോക്കിട്ടോ. അതിനെന്താ, ഞാനും കൂടെ പോരാം. മലയ്ക്ക് പോകുന്നതിന് ഹിന്ദു ക്രിസ്ത്യാനി അങ്ങനെ ഒന്നും ഇല്ലല്ലോ എന്ന് പറയട്ടോ. അപ്പോൾ അനിയൻകുട്ടൻ പറയുന്നുണ്ട്, അച്ഛൻ മരിച്ചിട്ട് ആണ്ട് കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയാം. അങ്ങനെ അവരെല്ലാവരും കൂടിയിട്ട് മാലയിടാൻ തീരുമാനിക്കുകയാണ്. ഇതേസമയം ശ്രീനിസാറിൻ്റെ വീട്ടിലേക്ക് വിക്രം ചെല്ലുമ്പോൾ ശ്രീനിസാറും സുധയൊക്കെ ചിരിക്കുകയാണ് കേട്ടോ വിക്രത്തിൻ്റെ ഒരു ഇത് കണ്ടിട്ട്. അപ്പോൾ വേദ പറഞ്ഞതൊക്കെ അനുസരിച്ച് തുടങ്ങിയല്ലോ, അതെന്തായാലും നന്നായി എന്ന് പറയും കേട്ടോ. ഞാൻ പിന്നെ വേറെ നിവർത്തിയില്ലാതെ ചെയ്തതാണ്. എന്തായാലും വേദയ്ക്ക് വിധേയപ്പെട്ട് തുടങ്ങി എന്ന് പറയുമ്പോൾ വിക്രത്തിനെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ വിക്രം പറയുന്നത്. അങ്ങനെ ഒന്നുമില്ല, ഞാനിപ്പോൾ മാലിട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാതിരിക്കൊന്നുമില്ല. ശ്രീനിസാർ എന്ത് പറഞ്ഞാലും ഞാനതനുസരിക്കുന്നു പറയട്ടോ. അപ്പോൾ ശ്രീനിസാർ പറയാണ്, അയ്യോ വേണ്ട വേണ്ട, അതൊന്നും വേണ്ട, നീ എന്തായാലും മാലിട്ടതല്ലേ, വിക്രസ്വാമി എന്നിട്ട് വിളിക്കുന്നത്, വിക്രസ്വാമി എന്തായാലും മാലിട്ടതല്ലേ, അതനുസരിച്ചിട്ട് ചെയ്താൽ മതി ഓരോരോ കാര്യങ്ങൾ. എന്തായാലും നമുക്ക് തമ്മിലുള്ള അകലം കൂട്ടാൻ വേണ്ടിയിട്ടാണ് വേദ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. എൻ്റെ ഒരു പാളയത്തിൽ നിന്ന്, അതായത് ശ്രീനിവാസൻ്റെ പാളയത്തിൽ നിന്ന് ഒരാളെ ഇങ്ങനെ മാറ്റി നിർത്താന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യം തന്നെയാണ് എന്ന് പറയും. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, എനിക്കിത് എന്തോ അവളെന്നെ പെടുത്തിയതല്ലേ, അതുകൊണ്ട് എനിക്കത് അങ്ങനെ ഇതാക്കാനും പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ, അതൊന്നും വേണ്ട, മാലിട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തന്നെ വേണം ചിന്തിക്കാൻ എന്നൊക്കെ പറയുകയാണേ. അപ്പോൾ സുധയും പറയുന്നുണ്ട്, എന്തായാലും ഇത് നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ശ്രീനി പറയുന്നുണ്ട്, അതെ, ഈ പെണ്ണുങ്ങളെ കൂർമ്മബുദ്ധി എന്ന് പറഞ്ഞാലേ ഒരിത്തിരി കടുപ്പം തന്നെയാണ് അല്ലേ സുധ എന്ന് പറയണ്ടോ. അപ്പോൾ സുധ പറയുന്നുണ്ട്, എനിക്കാകെ ഒരു കാര്യത്തിലോ വേദനയോടും വിക്രത്തിനോടും ദേഷ്യമുള്ളൂ, വിഷമുള്ളൂ, അത് വേറൊന്നും കൊണ്ടല്ല, ഞാനന്ന് വീട്ടിൽ വന്ന് ക്ഷണിച്ചിട്ടും ഒരു അമ്പലത്തിൽ വെച്ച് നടത്തിയ പൂജയ്ക്ക് വന്നില്ലല്ലോ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വിക്രം പറഞ്ഞുണ്ട്, അയ്യോ സോറി ചേച്ചി, അത് മനഃപൂർവ്വമല്ല എന്ന് പറയുകയാണേ. എന്തായാലും സാറില്ല, അത് കഴിഞ്ഞു പോയല്ലോ എന്ന് പറയുകയാണേ. ഇനിയിപ്പോൾ എങ്ങനെയാ നമ്മൾ വിക്രം സ്വാമി മാലിട്ടെന്ന് വിചാരിച്ചിട്ട് യൂണിയൻ പ്രവർത്തനങ്ങളൊക്കെ നിർത്തുമോ എന്ന് ചോദിക്കുകയാണേ. സാറിങ്ങനെ സ്വാമി എന്ന് വിളിക്കണ്ട, എന്നെ പേര് വിളിച്ചാൽ മതി. അതെന്താടോ, എനിക്ക് മാത്രം ഇവിടെ ഭക്തി ഇല്ലാത്തുള്ളൂ, സുധയ്ക്ക് നല്ല ഭക്തിയാണ്, ഞാൻ വിളിക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതൊന്നുമല്ല, എന്നെ സാറ് വിക്രം എന്ന് വിളിച്ചാൽ മതി. ശരി, ഇനിയിപ്പോൾ ഇന്ന് തുടങ്ങിയിട്ട് സമരം തുടങ്ങാണ്, താൻ വേണം അതിന് മുൻകൈ എടുക്കാൻ, തനിക്കതിൽ എന്തെങ്കിലും അസൗകര്യം ഉണ്ടോ എന്ന് ചോദിക്കണം. എനിക്കെന്താ അസൗകര്യം, ഞാൻ എന്തായാലും മുന്നിൽ നിന്ന് തന്നെ ഇതൊക്കെ കാര്യങ്ങൾ ചെയ്തോളാം, സാറൊന്നും വിഷമിക്കണ്ട, സാറെന്ന് പറഞ്ഞാലും ഞാൻ അനുസരിച്ചോളാം, ഇന്ന് തന്നെ സമരം തുടങ്ങിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം പോവുകയാണ്. അത് കഴിഞ്ഞ ശേഷം പുളിക്കനെ വിളിച്ചിട്ട് പറയാണ്, പുളിക്കന് സമരത്തെക്കുറിച്ച് എന്ത് പറയാനുള്ളത് എന്ന് പറയട്ടോ. സാർ, സമരം അടിപൊളിയായിട്ട് നടക്കും, വിക്രം അതിൽ കൈകാര്യം ചെയ്തോളൂന്ന് പറയട്ടെ. എന്തായാലും സമരത്തിൽ പ്രക്ഷോഭം ഉണ്ടാവും, അത് ഉറപ്പാണ് അല്ലേ എന്ന് ചോദിക്കാം. അത് ഉറപ്പായിട്ടും ഉണ്ടാവും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിക്രം ഇടപെടുകയും ചെയ്യും അല്ലേ എന്ന് ചോദിക്കാം കേട്ടോ. അതെ, ഇടപെടും. എന്നിട്ട് അയാൾ എന്തായാലും പുളിക്കപ്പൊക്കോ വിക്രം ഇടപെടണം എന്ന് തന്നെയാണ് എൻ്റെയും ഒരു തീരുമാനം എന്ന് പറയാൻ കേട്ടോ. കാരണം വഴക്കുണ്ടാകുമ്പോൾ വിക്രം അതിൽ ഇടപെടുമ്പോൾ ശ്രീനിസാർ വിചാരിച്ച പോലെ നടക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് പുളിക്കാൻ പോവുകയാണേ. പിന്നെ സൂതനോട് പറയാണ്, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിനക്ക് മനസ്സിലായോ? ഇല്ല. അതെ, മറ്റേ തേറാട്ട് ശ്രീധരൻ കൊടുത്ത പരാതി ഇന്ന് ഫയൽ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇലക്ഷൻ ആകുമ്പോൾ മുമ്പേ എനിക്ക് പിടിവീഴും, അതുകൊണ്ട് വിക്രത്തിന് എനിക്ക് വേണം. അതെന്തിനാണെന്നറിയോ? എനിക്ക് പിടിവീഴുമ്പോഴേ എൻ്റെ മുന്നിൽ നിർത്താനായിട്ട് എനിക്കൊരു ബലിയാട് വേണം, അതിനെനിക്ക് വിക്രത്തിന് ആവശ്യമുണ്ട് എന്ന് പറയാൻ കേട്ടോ. ശരിക്കും ശ്രീനിവാസൻ വിക്രത്തിനെ ചതിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ സുധയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും ഒരു ഷോക്ക് പോലെ ആവാം കേട്ടോ. ശ്രീനിവാസൻ്റെ മനസ്സിൽ ഇങ്ങനെയൊരു കാര്യം ഉണ്ടെന്നുള്ള കാര്യം സുധയ്ക്കപ്പം മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല.
അതിനുശേഷം നേരെ പുളിക്കാൻ പുറത്തിറങ്ങിയിട്ട് ശ്രീകാന്തിനെ വിളിക്കാൻ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, സാറേ ഇന്ന് തന്നെ സമരം തുടങ്ങാണ് കേട്ടോ എന്ന് പറയണേ. പിന്നെ വിക്രം തന്നെയാണ് എല്ലാത്തിനും മുൻകൈ എടുത്തിട്ട് നടത്തുന്നത്. വിക്രം അങ്ങോട്ട് പോയിട്ടുണ്ട് സമരപന്തലിലേക്ക്. എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയും. പിന്നെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് നേരത്തെ കൂട്ടി അറിയിക്കണേ, തടികേടാവാതെ അവിടെ നിന്ന് രക്ഷപ്പെടാനാണ് സാറേ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അതൊക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യണേ. എന്നിട്ട് പറയും, ദൈവമേ ഇനി കാലമാടനെങ്ങാനും ഇത് റെക്കോർഡ് ചെയ്ത് ശ്രീനിവാസന് കാണിച്ചു കൊടുക്കുമോ, കേൾപ്പിച്ചു കൊടുക്കുമോ? എന്തായാലും അങ്ങോട്ടൊരു ഒറ്റ ഒറ്റുമ്പോൾ ഇങ്ങോട്ടൊരു ഒറ്റ ഒറ്റൊന്ന് അറിയാനിട്ടല്ല കർത്താവേ. പിന്നെ പ്രലോഭനങ്ങളിൽ വീഴാത്ത ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ വീണു പോയതാണ്. എന്തായാലും കത്തിച്ചേക്കാം, മെഴുകുതിരി ഞാൻ കത്തിച്ചേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുമ്പസാരം പോലെ പുളിക്കൻ ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് സമരപ്പന്തലാണ്. അപ്പോൾ പുളിക്കൻ മൈക്കിൽ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് വിക്രത്തിനെ ക്ഷണിക്കുകയാണ് കേട്ടോ പ്രസംഗം നടത്താനൊക്കെ ആയിട്ട്. അങ്ങനെ വിക്രം മൈക്ക് വാങ്ങിച്ചിട്ട് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്, ജോലിയെക്കുറിച്ചും അതുപോലെ വേതനം കൂട്ടുന്നതിനെക്കുറിച്ചും. നമ്മളിതൊരു തെറ്റായ രീതിയിലുള്ള സമരമായിട്ടൊന്നുമല്ല നടത്തുന്നത്. നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നടത്തി തരണം, അത്രയേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സമരം ചെയ്യുന്നത് എന്നൊക്കെ പറയാൻ ഈ സമയത്ത് ശ്രീകാന്ത് അവിടേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ വളരെ സമാധാനപരമായിട്ട് വേണം നമുക്ക് ഈ സമരം കൊണ്ടുപോകാൻ. ഓരോ ആറ് പേരും വെച്ചിട്ട് ഓരോ ദിവസം മാറി നമ്മൾ സമരം ചെയ്യും. നിരാഹാര സമരമാണ് ഓരോ ആഴ്ച വീതം ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ആനുകൂല്യങ്ങൾ കിട്ടുന്നത് വരെ, നമ്മൾ മരണം വരെ സമരം ചെയ്യാൻ തയ്യാറായി നിൽക്കണം എന്നൊക്കെ പറയുകയാണെ. അങ്ങനെ പുളിക്കാൻ വന്നിട്ട് ശ്രീകാന്ത് ഇനൊന്ന് കാണണം എന്ന് പറയുന്നുണ്ട്. എന്തിനാണ് അയാൾ അതിനെ കാണുന്നത്? ശ്രീകാന്ത് സാറിനാണ് കേട്ടോ പുളിക്കാൻ പറഞ്ഞത്. സാറോ? ഈ സാറിനാണോ വിളിക്കുന്നതെന്ന് ചോദിക്കൂട്ടോ. അതങ്ങനെ വിളിച്ചു പോയതാണ് എന്ന് പറയാം. അതിനുശേഷം വിക്രം പറയുന്നുണ്ട്, ശരി കാണാമെന്ന് പറഞ്ഞിട്ട് വിക്രം നേരെ ചെന്ന് ശ്രീകാന്തിനെ കാണുന്നുണ്ടേ. അപ്പോൾ ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ, അയ്യോ സമരം തുടങ്ങിയോ എന്ന് പറഞ്ഞാൽ എളിമയോട് കൂടിയിട്ട്, സമരം തുടങ്ങി. ഓ അടിയൻ പേടിച്ച് വിറച്ചു. എന്താ ഇത്രയാളെ കിട്ടിയുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ എന്തേ എന്ന് ചോദിക്കട്ടെ വിക്രമിനോട്. അപ്പോൾ വിക്രം പറയും, അത് കമ്പനി അടച്ചു കൂട്ടണമെന്നൊന്നും ഞങ്ങൾക്ക് ആഗ്രഹമില്ല, കുറച്ച് ആളെ വെച്ചിട്ട് മാത്രമേ സമരം ചെയ്യുന്നുള്ളൂ എന്ന് പറയണ്ടോ. ഓഹോ അങ്ങനെയാണല്ലേ സമരം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നന്നായി, ആദർശ സമരമാണ് അല്ലേ എന്ന് ചോദിക്കുന്നത്. അതെ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ എന്ന് പറയൂട്ടോ. എന്തായാലും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ നേടിത്തരാനായിട്ട് എനിക്ക് കഴിയില്ല. മാത്രമല്ല ഞാനതൊന്നും അംഗീകരിച്ച് തരില്ല. പിന്നെ ഇനി ഈ കമ്പനി പൂട്ടിയിടേണ്ടി വന്നാൽ എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഈ കമ്പനി പൂട്ടിയിടും, അത്രയേ ഉണ്ടാവുള്ളൂ. നിന്റെ തൊഴിലാളികളൊക്കെ വീട്ടിൽ ചെന്നിരിക്കേണ്ടി വരും എന്ന് പറഞ്ഞ് ശ്രീകാന്ത് പോകുകയാണേ. അതിനുശേഷം ശങ്കരനാരായണനും ദീപ്തിയും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ശ്രീകാന്ത് വരികയാണ് കേട്ടോ. അപ്പോൾ ശ്രീകാന്തിന് വിളമ്പാന്ന് പറയുമ്പോൾ, എനിക്ക് വേണ്ട, എനിക്ക് വിശപ്പില്ല, അച്ഛൻ കഴിച്ചിട്ട് മുകളിലേക്കോ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയട്ടോ. അപ്പോൾ ശങ്കരനാരായണൻ പറയുന്നുണ്ട്, എന്താ ശ്രീകാന്ത് നീ എന്താ ടെൻഷൻ അടിച്ചിരിക്കുന്നത്, നീ എന്തായാലും കാര്യം പറയുന്നു പറയട്ടോ. അപ്പോൾ ദീപ്തി പറയുന്നുണ്ട്, അതെ എന്ത് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ സമാധാനപരമായിട്ട് പറഞ്ഞാൽ മാത്രമേ പ്രശ്നം പരിഹരിക്കാൻ പറ്റുള്ളൂ. ഏട്ടൻ ഇവിടെ ഇരിക്കും, ദീപ്തി നീ കാര്യം അറിയാണ്ട് സംസാരിക്കരുത്. അപ്പോൾ ശങ്കരനാരായണൻ പറഞ്ഞു, എന്നാൽ ശരി ഞാൻ നിർത്താം എന്ന് പറഞ്ഞിട്ടിരിക്കും. വേണ്ട അച്ഛൻ അവിടെ ഇരിക്കും, ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് പറയാണ്. അവ സമരം തുടങ്ങിയിട്ടുണ്ടെന്ന് പറയട്ടോ കമ്പനിയിൽ. ആര്? വിക്രം, അല്ലാതെ പിന്നെ ആരാ? ഞാൻ പറഞ്ഞില്ലേ സമരം നടത്താൻ പോകുന്നെന്ന്. നമ്മുടെ അപ്പം അതിന് നമ്മുടെ സ്ഥാപനത്തിലല്ലല്ലോ വിക്രം ജോലി ചെയ്യുന്നത് ദീപ്തി പറയുമ്പോൾ, പ്രോഗ്രസീവ് പാർട്ടിയുടെ കീഴിലാണ് ഇപ്പോൾ നമ്മുടെ കമ്പനി നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂണിയൻ നേതാവ് വിക്രമാണ്. അപ്പോൾ വിക്രമാണ് സമരം ചെയ്യുന്നത്. ഇപ്പോൾ സംഭവം നിങ്ങൾ അറിഞ്ഞല്ലോ, ഇനി സമാധാനപരമായിട്ട് ചർച്ച ചെയ്യാൻ ഞാൻ മുകളിലുണ്ട്, നിങ്ങൾ അവിടേക്ക് വായെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് എഴുന്നേറ്റ് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് മാഷ വീട്ടിൽ അടുക്കളയിൽ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെ. അപ്പോൾ കുറച്ച് പച്ചക്കറി ആയിട്ട് വരികയാണ് കേട്ടോ, പടവലങ്ങയും പയറും. അപ്പോൾ ഇത് നമ്മുടെ തോട്ടത്തിലില്ലല്ലോ മാഷെ, ഇതെവിടെ നിന്ന് കിട്ടി? അപ്പോൾ ഇതാ ഹുസൈൻ അവൻ്റെ തോട്ടത്തിൽ നിന്ന് പറിച്ചിട്ട് കച്ചവടത്തിനായി കൊണ്ടുപോകണം. അപ്പം ഞാൻ കുറച്ച് വാങ്ങിച്ചു. ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ പച്ചക്കറിയല്ലേ വേണ്ടു കുറച്ച് നാളേക്ക് എന്ന് പറയുകയാണെ. അപ്പോൾ നന്ദിനാണ്, ആഴ്ചയിൽ ഒരു തരി ഉണക്കമീൻ കിട്ടിയിരുന്നാണ്, അതുപോലും ഇല്ലാണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, എന്തായാലും ശുദ്ധി അശുദ്ധിയൊക്കെ നോക്കണം കേട്ടോ. എന്തായാലും മറ്റുള്ളവരെ പോലെയല്ല, അയ്യപ്പസ്വാമി എന്ന് പറയുന്നത് കുറച്ച് കൂടിയത് തന്നെയാണ്. ശുദ്ധി അശുദ്ധി നോക്കണം, അല്ലാന്നുണ്ടെങ്കിലേ പണി തന്നെ കിട്ടും എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ നന്ദിനി പറയുന്നതാണ്, ഇതിൽ പിടിച്ച് വീഴ്ത്തിയ ആൾ തന്നെ അശുദ്ധി പറഞ്ഞ് അവൻ്റെ മുറിയിലേക്ക് കയറി ചെല്ലാതെ, അശുദ്ധി ആയിരിക്കുന്ന നേരത്ത് കയറി ചെല്ലാതെ ഇരുന്നാൽ മതി എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ വേദ പെട്ടെന്ന് വന്നിട്ട്, ഇല്ല നന്ദിനി എഴുത്തി, ഞാൻ എങ്ങനെ എന്തായാലും അശുദ്ധിപ്പെടുത്താനൊന്നും പോകുന്നില്ല, ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട രീതിയിൽ തന്നെ ചെയ്തോളാം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ മാഷ് ഇങ്ങനെ ചിരിക്കുന്നുണ്ടേ. അപ്പോൾ നന്ദിനി ഇങ്ങനെ പുച്ഛത്തോടു കൂടിയിട്ട് തിരിഞ്ഞു നിൽക്കും. അപ്പോൾ വേദ പറയുന്നുണ്ട്, വിക്രത്തിനുള്ള ഭക്ഷണം ഞാൻ തന്നെ ഉണ്ടാക്കിക്കോട്ടെ അമ്മയെന്ന് പറയുകയാണേ. അപ്പോൾ നന്ദിനി പറയും, ഈ അടുക്കള എന്താ രണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണോ ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ?
അപ്പോൾ ശ്രീജ പറയും എന്തിനാ കരട് കണ്ടെത്തുന്നത് നന്ദിനി എന്ന് പറയുകയാണേ. അപ്പോൾ നമ്മളാ കമലാൻ പറഞ്ഞിട്ട് അതെ ഇനിയിപ്പോൾ അങ്ങനെ ഇങ്ങനെയൊന്നും പറഞ്ഞ് വെറുതെ വഴക്കുണ്ടാക്കാൻ നിൽക്കണ്ട, മാഷ് കേൾക്കേണ്ടതൊന്നും. മോൾ എന്തായാലും വിക്രമിനുള്ള ഭക്ഷണം വേറെ ഉണ്ടാക്കിക്കോ, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. എന്തായാലും അവനെ നന്നാക്കി എടുക്കാനായിട്ടല്ലേ മോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പം മോൾ തന്നെ അവൻ്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചോ എന്ന് പറയുകയാണേ. അപ്പോൾ നന്ദിനിക്കാണെന്നുണ്ടെങ്കിൽ അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഇപ്പം നന്നാക്കാൻ ഉണ്ടാക്കിയിട്ടുള്ള ആള് എന്നൊക്കെ പറഞ്ഞിട്ട് പുച്ഛിക്കുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട് എന്തായാലും മലയ്ക്ക് പോകുമ്പോഴേ ഞാൻ നന്ദിനി അടുത്തിടെ ഫോട്ടോ വിക്രമിൻ്റെ കയ്യിൽ കൊടുത്തയക്കുന്നുണ്ട്. അതെന്തിനാ? അല്ല പുലിയെങ്ങാനും പിടിക്കാൻ വന്നാൽ പേടിച്ച് ഓടിക്കോളൂല്ലോ എന്ന് പറഞ്ഞിട്ടോ. അയ്യടാ നല്ലൊരു തമാശ, ഇതുപോലൊരു 5-6 തമാശയും കൂടെ കൊടുത്തു വിട്. പുലി മാത്രമല്ല സകലം വന്യമൃഗങ്ങൾ ഓടിക്കോളും എന്ന് പറഞ്ഞിട്ട് നന്ദിനി പോകും. ഈ സമയത്ത് വിക്രം അവിടേക്ക് വരികയാണ് കേട്ടോ. വിക്രമത്തെ എന്താ ഇവിടെ നല്ല സന്തോഷമാണല്ലോ എന്ന് പറയും കേട്ടോ. അപ്പോൾ കമല പറയും ഈ സന്തോഷം എന്നും നിലനിൽക്കുന്നതാണ് കേട്ടോ ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറയും. അങ്ങനെ വിക്രം അവിടെ വന്നിരിക്കുമ്പോൾ പച്ചക്കറി ഞാൻ എരിയാന്ന് പറഞ്ഞിട്ട് പച്ചക്കറി കൊടുത്ത് മെഷരടുത്ത് കൊണ്ടുവയ്ക്കുന്നുണ്ട്. എന്നിട്ട് വിക്രമിനോട് കാപ്പി വേണോ എന്ന് ചോദിക്കുമ്പോൾ കാപ്പി വേണം എന്ന് പറയാണ് കേട്ടോ വേദനോട്. അങ്ങനെ വേദ വിക്രമിന് കാപ്പി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ മാഷ് കുളിയൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.